എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പഴയൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ പണ്ട് റക്കിയുടെ ഹീലിംഗ് ചെയ്തിരുന്ന ആളാണ്. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റക്കിയുടെ ടീച്ചറാണ്, റക്കിയുടെ മാസ്റ്ററാണ്, ഹീലറുമാണ്. ഒരുപാട് ഹീലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർ, ഒത്തിരി ആൾക്കാർക്ക് ഹീൽ ചെയ്ത് പല പല പ്രശ്നങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് റക്കിയുടെ ടീച്ചിങ്ങിലും ഹീലിങ്ങിലും. അപ്പോൾ പണ്ട് ഞാൻ ചെയ്തൊരു കേസ്, സ്ഥലം കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. ഒരു 22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ക്യാൻസർ വന്നിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആകെ ഒറ്റ കേസ് മാത്രമേ അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അത് തുടർച്ചയായിട്ടൊരു 2-3 ആഴ്ച ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഹീൽ ചെയ്യുമായിരുന്നു. ക്യാൻസർ വന്ന് കീമോ കഴിഞ്ഞെടുക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ആക്ച്വലി ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് നല്ല ആയുസാണ്, ദീർഘായുസാണ്. 80 വയസ്സ് വരെ ജീവിക്കാനുള്ള ആയുസ്. ഒരു 3-4 ജ്യോത്സ്യന്മാരുടെ പോയി നോക്കുമ്പോഴും ആയുസിന് ഒരു കുറവുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പോയിട്ട് ഫസ്റ്റ് ഡേ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഇതുപോലെ ആ വീടിൻ്റെ പുറത്ത് ചെന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് അവിടെ ഭയങ്കരമായ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളാണ് എന്നെ കൊണ്ടുപോകണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഭയങ്കര നെഗറ്റീവാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ കുട്ടി കിടക്കുന്ന മുറിയിൽ ഒരു കറുത്ത രൂപം പെട്ടെന്ന് ഇങ്ങനെ മിന്നായം പോലെ അവിടെ നിന്ന് നീങ്ങി പോകുന്നത് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതിങ്ങനെ കോണി വഴി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ മുകളിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഈ മുറിയിൽ കിടക്കണ്ട, ഈ മുറിയിൽ നിന്ന് വേറൊരു റൂമിലേക്ക്, അപ്പോൾ അതിൻ്റെ പാരൻസിൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ ചെയ്തിട്ടാ. ഞാൻ പറഞ്ഞു അവർ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെയാണ്, അവർക്കൊന്നും ഇതൊന്നും വിശ്വാസമില്ല. പക്ഷേ ആരോ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഫ്രണ്ട് പറഞ്ഞപ്പോൾ എന്നാലും പരീക്ഷ കൂടി ആവാമെന്ന് വെച്ചിട്ട് എന്നെ കൊണ്ടുപോകണം. അപ്പോൾ അത് മാറിക്കിടന്നപ്പോൾ തന്നെ ഈ കുട്ടിക്ക് കുറച്ച് ആശ്വാസമായി. ഈ കുട്ടിക്ക് ഭയങ്കര വേദനയാണ്, കീമോ എല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നൊരവസ്ഥ, മുടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഹീൽ ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് വലിയ സന്തോഷമുണ്ട്. ഡെയിലി ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കും. ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം ഹീൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ 2 ആഴ്ചയോളം കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിക്ക് വേദന എല്ലാം പോയി. വളരെ ചെറിയ വേദനകൾ മാത്രം ഉള്ളൊരവസ്ഥയിലേക്ക് എത്തി. പിന്നെ അതുപോലെ തന്നെ അവിടെ എന്നെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ കുട്ടിക്ക് എന്നെ കാണുമ്പോഴേ സന്തോഷമാണ്. കാരണം ഞാൻ ചെന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ വേദന പോകും. അങ്ങനെ 2 ആഴ്ചയോളം കടന്നുപോയി. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഇരുന്ന് ഹീൽ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ആങ്ങൾ അവിടെ അടുത്ത് വന്നിരിക്കും, വർത്തമാനം പറഞ്ഞിരിക്കും, ഹീലിംഗ് നടക്കും. അപ്പോൾ എനിക്കിങ്ങനെ ആ ഭൂമിയെപ്പറ്റി പെട്ടെന്നൊരു ഒരു ഉൾക്കാഴ്ച ഇങ്ങനെ വന്നു. അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെതായ ഒരു അവശിഷ്ടം ഭൂമിക്കടിയിലായിട്ട് നിൽക്കുന്ന പോലെ ഒരു കാഴ്ച എനിക്ക് തോന്നും. അപ്പോൾ ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, ഇവിടെ ഇത് ക്ഷേത്രബന്ധമുള്ളൊരു ഭൂമിയും കൂടിയാണ്, അതുകൊണ്ട് ഒന്ന് ഏതെങ്കിലും ജ്യോത്സ്യന്മാർ, അറിവുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പയ്യനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 2 ആഴ്ചത്തെ നമ്മളെ ഹീലിങ്ങിൻ്റെ ഒരു റിസൾട്ടൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര വിശ്വാസമായി. ഈ പയ്യന് ഭയങ്കര വിശ്വാസം ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഭയങ്കര വിശ്വാസം വന്നു ശേഷം. പിന്നീട് ആ പയ്യൻ വന്നിട്ട് അടുത്ത് റക്കിയൊക്കെ പഠിച്ചിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവൻ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ജ്യോത്സ്യൻ ഇത് തന്നെ പറഞ്ഞു. ക്ഷേത്രബന്ധമുള്ള ഭൂമി, അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ്, അവിടെ ഏതോ ഒരു പ്രതിഷ്ഠയുടെ ഉണ്ടായിരുന്ന എൻ്റെ മുകളിലാണ് ഈ വീട് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വരെ അതിൻ്റെ അടിയിലുണ്ടെന്നാണ് അയാൾ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞത്. അതിൻ്റെ മുകളിലാണ് വീട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടും വേറെ എന്തൊക്കെയോ നെഗറ്റീവായ എനർജീസും അതിനകത്തുണ്ടായിരുന്നു. നെഗറ്റീവ് എനർജി ഞാൻ കണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. പക്ഷെ അന്നൊന്നും നമുക്ക് ഇതേപോലെ ഈ മഹാകാളി ഹീലിങ്ങോ അത്ര സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കതൊന്നും മാറ്റി കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. നോർമൽ റക്കി ഹീലിംഗ് മാത്രമാണ് എനിക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു കൊല്ലമല്ലേ ആയിട്ടുള്ളൂ നമ്മൾ മഹാകാളി ഹീലിംഗ് നമുക്ക് ദേവി നമുക്ക് പറഞ്ഞു തന്നേക്കണം. പക്ഷെ നമുക്കന്നും ദൈവികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ചെയ്യാനുള്ള അത്രയും കഴിവോ ആത്മവിശ്വാസമോ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേപോലെ ഈ കുട്ടി ഒരു 3 മാസത്തോളം ജീവിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടി ലാസ്റ്റ് മരിച്ചു പോയിട്ടാ. കാരണം എനിക്ക് ഹീലിംഗ് ഇടയ്ക്ക് വെച്ച് വേറെന്തോ എൻ്റെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചയോളം എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഡെയിലി പോയി വരുന്നത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് ഇവിടെ പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യനും കൂടിയാണ്. അപ്പോൾ ഒരാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് പെട്ടെന്ന് ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ അവിടെ കിടന്ന് ആ കുട്ടി മരണപ്പെട്ടു. എനിവേ, അപ്പോൾ അതിനുശേഷം ഞാൻ ഇവരോട് പറഞ്ഞു, ഫാമിലിയോട് പറഞ്ഞു, നിങ്ങൾ ഇതിനെപ്പറ്റി ഇതിൽ വിശ്വസിക്കണം, നിങ്ങൾ ഇവിടെ നിന്ന് മാറിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അവരവിടെ നിന്ന് പിന്നീട് അവരായിട്ട് എനിക്ക് കോൺടാക്റ്റ് അധികം ഉണ്ടായില്ല. മാറിയോ ഇല്ല എന്നുള്ളത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. പയ്യൻ അവിടെ നിന്ന് പോയിട്ട് ജോലി കിട്ടി ബോംബെയിലോട്ട് പോകാൻ പോയായിട്ട് ഞാൻ അറിഞ്ഞു. പാരൻസിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ.
അപ്പോൾ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം ജാതകത്തിൻ്റെ ഒരു ഫലം പോലും മാറുന്നൊരവസ്ഥയുണ്ട്. ജാതകത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അല്ലേ, പ്ലാനറ്ററി എഫക്റ്റ് വെച്ചിട്ടാണ് ജാതകത്തിൻ്റെ എല്ലാം പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു തെറ്റായ വാസ്തുവുള്ളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഇതുപോലെ ദോഷമുള്ള സ്ഥലത്ത് നമ്മളിത് താമസിച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കർമ്മ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ കർമ്മ കൊണ്ടാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതൊക്കെ മനുഷ്യരുടെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോടുള്ള പുച്ഛം അല്ലെങ്കിൽ പഴയ കാര്യങ്ങളോട് പുച്ഛിക്കുക, ഇതുപോലെ കാര്യങ്ങൾ പുച്ഛിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷയാണ്. അങ്ങനെ ഞാൻ പറയുള്ളൂ. കാരണം ഒരുപാട് പേരുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെല്ലാം പുച്ഛിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുക, ഫോൺ ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുക, മോശമായിട്ട് സംസാരിക്കുക. കാരണം ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസത്തിൽ ഓരോരുത്തർ പൊയ്ക്കോട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അല്ലേ. മറ്റുള്ളവൻ്റെ ആ വിശ്വാസത്തിൽ കയറിയിട്ട് നമ്മൾ തലയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾ വിട്ടേക്കിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോവാം, ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ. അതല്ലേ മാന്യത. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ആളുകൾ അങ്ങനെയാണ്, പലരും ഉണ്ട്. ഇപ്പോൾ ഞാനൊരു യൂട്യൂബിലൊക്കെ ചാനലുകളിലൊക്കെ ഇതുപോലെ സ്പിരിച്വലായിട്ടുള്ള ആളുകളുടെ ചാനലിലൊക്കെ ഞാൻ കാണാറുണ്ട് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നത്. നമ്മളുടെ സംസ്കാരം ഒന്നുകൂടിയൊക്കെ ആളുകൾ മെച്ചപ്പെടുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, ചില ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. കാരണം അവർക്ക് ഭാവിയിൽ അത് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണ് ഈ പഴയ ആളുകൾ പറയൂലേ, പഴുത്തല വീഴുമ്പോൾ പച്ചില ചിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ അപ്പോൾ അതേപോലെ ആളുകൾ ശ്രദ്ധിക്കുക. കാരണം നാളെ നിങ്ങൾക്കൊരു ചാൻസ് വരും, ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കാനും ഒക്കെ ആയിട്ടുള്ള ചാൻസുകൾ വരും. ഇതുപോലെ തെറ്റായ വാസ്തുള്ള വീടുകളിലൊക്കെ താമസിച്ചിട്ട് രോഗദുരിതങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. എന്നിട്ട് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ പൈസ മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുക, ചികിത്സ സംബന്ധമായിട്ട്. അങ്ങനെ അവരിങ്ങനെ ഓരോ ചികിത്സകൾ ചെയ്യലും സ്കാനിങ് ചെയ്യലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അത് ചിലപ്പോൾ അവൻ്റെ കർമ്മമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, അവൻ്റെ ഒരു കർമ്മമായിട്ട് വേണമെങ്കിൽ പറയാം, അതിന് വേണമെങ്കിൽ കർമ്മ എന്ന് ഞാൻ പറയും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് അതിനെ തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം ഇതിനകത്ത് എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കുകയാണെങ്കിലാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ റെക്കി എന്ന് പറയുമ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. റെക്കിയുടെ എനർജി നമുക്കിങ്ങനെ ജസ്റ്റ് ഒരു റെക്കി പഠിച്ചേക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ 2 കൈ അപ്പുറത്ത് ചെവിയുടെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എനർജി വരുന്നത് നിങ്ങൾക്ക് ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊരു റിയാലിറ്റിയാണ്, അതുള്ളതാണ്. അത് ഉള്ളതേ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം, ഇല്ലയെന്ന് പറയാം, പക്ഷെ അതൊരു കളവായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.